മോഡ്യൂൾ 5 ഗ്രാജുവലി വേരിഡ് ഫ്ലോ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിനകത്ത് ഗ്രാജുവലി വേരിഡ് ഫ്ലോ, റാപ്പിഡ്ലി വേരിഡ് ഫ്ലോ എന്താ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരുന്നു. ഗ്രാജുവലി വേരിഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രാജുവലി വേരിഡ് ഫ്ലോയുടെ കേസിൽ ഒരു ലോങ് ലെങ്ത് ഓഫ് സെക്ഷനിലാണ് വളരെ ഗ്രാജുവൽ റേറ്റിലായിരിക്കും ഡെപ്ത് ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഫ്ലോയ്ക്കാണ് നമ്മൾ വിൽ കോൾഡ് ഇസ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. സോ ഗ്രാജുവലി വേരിഡ് ഫ്ലോയുടെ കേസ് നമുക്കൊരു ഡൈനാമിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് അസംഷൻസ് ആദ്യമേ തന്നെ ചെയ്യാനായിട്ടുണ്ട്. ദാറ്റ് ഇസ് ടോട്ടൽ വി ഹാവ് 7 അസംഷൻസ്. ഈ അസംഷൻസ് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് എപ്പോഴും ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാറുള്ളതാണ് 7 അസംഷൻസ്. സോ ദ ഫസ്റ്റ് അസംഷൻ ഇസ് ദാറ്റ്, സോ ഇത് എപ്പോഴും ഓർത്തിരിക്കുക, ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയുവാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ അസംഷൻസ് എപ്പോഴും എഴുതണം എന്നുള്ള കാര്യം എഴുതുക. ക്വസ്റ്റ്യൻ അസംഷൻസ് എഴുതാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് അസംഷൻസ് എഴുതാതിരിക്കരുത്. അസംഷൻസ് എന്തായാലും ഒരു ഡെറിവേഷൻ ടോപ്പിൽ എന്തായാലും എഴുതണം എന്തെങ്കിലും അസംഷൻസ് ഉണ്ടെങ്കിൽ. ദ ഫസ്റ്റ് വൺ ഇസ് ദ ബെഡ് സ്ലോപ്പ് ഓഫ് ദ ചാനൽ സ്മോൾ. ഐബിയുടെ വാല്യൂ എന്താണ്? വളരെ സ്മോൾ ആണ്. സെക്കൻഡ് വൺ, ഫ്ലോ ഇസ് സ്റ്റഡി. ഫ്ലോ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ടൈമിൽ നോക്കിയാലും അതിൻ്റെ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു സെക്ഷനിലെ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് സെയിം ആയിരിക്കും. ആൻഡ് ഹെൻസ് ഡിസ്ചാർജ് ക്യൂ ഈസ് കോൺസ്റ്റൻറ്റ്. സോ ക്യൂ കോൺസ്റ്റൻ്റ് ആണ്. ഈ അസംഷൻ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ക്യൂ കോൺസ്റ്റൻ്റ് ആണ്. ദെൻ ആക്സിലറേറ്റീവ് എഫക്റ്റ് ഈസ് നെഗ്ലിജിബിൾ ആൻഡ് ഹെൻസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ പ്രിവെയിൽസ് ഓവർ ചാനൽ ക്രോസ് സെക്ഷൻ. സോ ആക്സിലറേഷൻ എഫക്റ്റ് ഒക്കെ നെഗ്ലിജിബിൾ ആണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു സെക്ഷൻ എടുക്കുവാണെങ്കിൽ സെക്ഷനിലെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്താണെന്ന്. ദ നെക്സ്റ്റ് വൺ ഇസ് എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫ ഇസ് യൂണിറ്റ്. അടുത്ത അസംഷൻ ആണ്. നമ്മൾ ആൽഫ ബീറ്റ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അതിനകത്ത് ആൽഫ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ ആൽഫയുടെ വാല്യൂ 1 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് roughness coefficient is constant for the length of the channel and it doesn't depend on the depth of flow. അതായത് ഈ റഫ്നെസ് കോഎഫിഷ്യൻ്റ് മെയിൻ ഉദ്ദേശിക്കുന്ന മാനിങ്സ് കോൺസ്റ്റൻറ്റ് എൻ വാല്യൂസ് ഒക്കെ ആയിട്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ ഒരു കോഎഫിഷ്യൻറ്റ് ഒരു പർട്ടിക്കുലർ ലെങ്ത് ഓഫ് ചാനൽ കോൺസ്റ്റൻ്റ് ആണ്. അത് ഡെപ്ത് ഓഫ് ഫ്ലോനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറുന്നില്ല. ദ നെക്സ്റ്റ് വൺ ഇസ് ഈ ചെസീസ് ഫോർമുല, മാനിങ്സ് ഫോർമുല വിച്ച് ആർ ആപ്ലിക്കബിൾ ടു ദ യൂണിഫോം ഫ്ലോ ആർ ഓൾസോ ആപ്ലിക്കബിൾ ടു ദ ഗ്രാജുവലി വേരി ഫ്ലോ. ഓക്കെ, അതായത് നമ്മൾ സാധാരണ യൂണിഫോം ഫ്ലോയുടെ കേസിലാണ് ഈ ചെസിസ് ഫോർമുല, മാനിങ്സ് ഫോർമുല യൂസ് ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഈ ഗ്രാജുവൽ വേരി ഫ്ലോയുടെ കേസിൽ ഈ എനർജി ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്യാം. ആപ്ലിക്കബിൾ ആണ് എന്നുള്ള അസംഷനാണ് 6th അസംഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ചാനൽ ഇസ് പ്രിസ്മാറ്റിക്. ചാനൽ പ്രിസ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സെക്ഷൻ എടുത്താലും അതിൻ്റെ ഈ ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ, ക്രോസ് സെക്ഷൻ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ബെഡ് സ്ലോപ്പ് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ 7 അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. 7 അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിൻ്റെ ഡെറിവേഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, ഡിറൈവ് ദ ഡൈനാമിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഗ്രാജുവലി വേരി ഫ്ലോ എന്നൊക്കെ ചോദിക്കാം. സോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓർക്കുക, നമുക്ക് ഇത് ഡിറൈവ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ dH/dx ഇക്വേഷനാണ്. dH/dx is equal to IB minus IE divided by 1 minus V square by GH. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസംഷൻസ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വരച്ചില്ലെങ്കിൽ മാർക്ക് നന്നായിട്ട് പോകും. സോ അത് വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ഒരു ചാനൽ ബോട്ടം മാർക്ക് ചെയ്യുക. പിന്നെ താഴെയായിട്ട് എവിടെയെങ്കിലും താഴെയായിട്ട് ജസ്റ്റ് ഒരു ഡേറ്റം, ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. പിന്നെ ജസ്റ്റ് അതിൻ്റെ വാട്ടർ സർഫസ് മാർക്ക് ചെയ്യുക. പിന്നെ എനർജി ലൈൻ, ഇങ്ങനെ കുറയുന്ന രീതിയിൽ എനർജി ലൈൻ മാർക്ക് ചെയ്യുക. പിന്നെ മാർക്ക് ചെയ്യേണ്ട കാര്യം എന്താ, ഇവിടെ ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ പോലെ വരച്ചിട്ട് ഇത് എനർജി ലൈൻ അല്ല, അപ്പോൾ എനർജി ലൈൻ്റെ സ്ലോപ്പാണ് ഇത് ഐ എന്ന് മാർക്ക് ചെയ്തു. പിന്നെ ഇവിടുന്ന് ചെറിയൊരു ഹൊറിസോണ്ടൽ പോലെ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് IB എന്ന് മാർക്ക് ചെയ്യുക. ചാനൽ ബോട്ടത്തിൻ്റെ സ്ലോപ്പാണ് IB. ഇത്ര വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് എന്താണ് H എന്താണ്, V, IB എല്ലാ ടേംസ് എന്തൊക്കെയാണ് എഴുതി വയ്ക്കുക. V മീൻ വെലോസിറ്റി ആണ്, ക്യാപിറ്റൽ Q ഡിസ്ചാർജ് ആണ്. ഇനി ചെയ്തേക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ ഏതെങ്കിലും ഒരു സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ നമ്മളിവിടെ സെലക്ട് ചെയ്തേക്കുന്ന ഈ ഒരു സെക്ഷനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുകയാണ്, ഈ സെക്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്.
സോ ഈ സെക്ഷനിലെ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ഈ കോൺസ്റ്റന്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് കോൺസ്റ്റന്റ് ആണെന്നാണ്. ഓക്കെ, സോ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു എന്താ നോക്കാം. ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ 2g. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ സാധാരണ ഇക്വേഷൻ എഴുതി. ഇനി ചെയ്യേണ്ട കാര്യം ഈ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ ബോട്ടത്തിൻ്റെ ഡയറക്ഷനാണ് ഈ എക്സ് ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് കണ്ടോ, ഈ ചാനൽ ബോട്ടത്തിൻ്റെ ഈ ഡയറക്ഷനാണ് എക്സ് ഡയറക്ഷൻ. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഈ ഇനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ ചാനൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, ഈ ഒരു ഇനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. സോ ഇ എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, ഇനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ഇ ബൈ ഡി എക്സ്. കാരണം ഈ ഇയും ഇസഡും എല്ലാ കാര്യങ്ങളും എന്താണ്, ഈ എക്സിൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച് എക്സിൻ്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് കണ്ടോ, ഓരോ സെക്ഷനിലും വേറെ വേറെ എച്ച് വാല്യൂസും ഇസഡ് വാല്യൂസും ഒക്കെയാണ്, ഈ വാല്യൂസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. സോ നിങ്ങൾ എന്ത് എഴുതുക, ജസ്റ്റ് ഡിവൈഡ് ബൈ ഡി എക്സ് എന്ന് കൊടുത്താൽ മതി. എല്ലാം ഡിവൈഡ് ബൈ ഡി എക്സ് കൊടുക്കുക. ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡി ഇ ബൈ ഡി എക്സ്, ഡി സെഡ് ബൈ ഡി എക്സ്, ഡി എച്ച് ബൈ ഡി എക്സ്. പിന്നെ ഇവിടെ ഒരു വി സ്ക്വയർ ബൈ 2g ഉണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതണം, ഡി ബൈ ഡി എക്സ് ഓഫ് വി സ്ക്വയർ ബൈ 2g. ഇനി ശ്രദ്ധിച്ചിരിക്കുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ടേം മാത്രമേ സെപ്പറേറ്റ് എടുത്തിട്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഇത്രയും പോർഷൻ ഈ 3 ടേംസ് അതേപടി കിടന്നോട്ടെ, പ്രശ്നമില്ല. ഈ ഒരു ടേമിന് മാത്രം മാറ്റിയെടുക്കാൻ പോവാണ്. അപ്പം നേരത്തെ നമ്മൾ ഇതുവരെ പഠിപ്പിച്ച ഡെറിവേഷൻ നോക്കിയറിയാം, ഈ വിക്കാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്താറുള്ളത്. സോ വിയുടെ പ്ലേസ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു ഡിസ്ചാർജ് ബൈ ഏരിയ. വി നോ ദാറ്റ് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ. സോ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡിസ്ചാർജ് ബൈ ഏരിയ. റെക്ടാങ്കിൾ ചാനലായിരുന്നു ബി ഇൻറ്റു എച്ച് എന്ന് മാർക്ക് ചെയ്യുക. വി എവിടെയൊക്കെ കാണുന്നുണ്ടോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്യൂ ബൈ ബി എച്ച് എന്ന് പറഞ്ഞ റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഇവിടെ വി സ്ക്വയറിൻ്റെ പ്ലേസിൽ ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ എച്ച് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എന്താണ്, ക്യൂ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ബി കോൺസ്റ്റൻ്റ് ആണ്, ജി കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി വരുന്നത് ആകെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 1/h² ആണ് വരുന്നത്, 1/h². സോ നമുക്കറിയാം 1/h² ഡിഫറൻഷിയേറ്റ് ചെയ്ത് പണ്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. h⁻² വരും. സോ x⁻n ഫോമാറ്റിലാണ്. സോ n ഇൻറ്റു x⁻n-1, ദാറ്റ് ഇസ് -2 ഇൻറ്റു h⁻2 -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 h⁻3. ഇപ്പോൾ h⁻3 നമ്മൾ എങ്ങനെ എഴുതാം, 1/h⁻3 h³ എന്ന് എഴുതാം. സോ അതാണ് ഇവിടെ സെറ്റ് ചെയ്ത് എഴുതിയേക്കുന്നത്. പിന്നെ നമുക്കറിയാം എഗെയിൻ h എന്തിൻ്റെ ഫംഗ്ഷനാണ്, എക്സിൻ്റെ ഫംഗ്ഷനാണ്. സോ അതിൻ്റെ കൂടെ തന്നെ എഴുതാം, ഡെറിവേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇൻറ്റു ഡി എച്ച് ബൈ ഡി എക്സ് എന്നും കൂടി എഴുതിയാലാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇത് പ്രോപ്പറായിട്ട് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തേക്കുന്ന കാര്യം, ഈ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ എച്ച് സ്ക്വയറിന് സെപ്പറേറ്റ് ചെയ്തു. ഇവിടെ എച്ച് ക്യൂബിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ്, എച്ച് സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് സ്പ്ലിറ്റ് ചെയ്തേക്കുവാണ് കേട്ടോ. സോ ക്യൂ ബൈ ബി എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, വി ആണല്ലേ. സോ ക്യൂ സ്ക്വയർ ബൈ ബി സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്തായിരിക്കും, അത് വി സ്ക്വയർ ആണ്. ഇവിടെ നെഗറ്റീവ് എടുക്കുന്നുണ്ട്. സോ നമുക്ക് കിട്ടിയേക്കുന്ന ഓർത്തോളം, അതായത് ഈ ഡി ബൈ ഡി എക്സ് ഓഫ് വി സ്ക്വയർ ബൈ 2g ആണ് എങ്ങോട്ടേക്ക് വന്നേക്കുന്നത്, ഇസ് ഈക്വൽ ടു ആണ് മൈനസ് വി സ്ക്വയർ ബൈ ജി എച്ച് ഡി എച്ച് ബൈ ഡി എക്സ് എന്ന് വന്നേക്കുന്നത്. അത് ഇവിടെ കൊണ്ടുപോയി നമ്മൾ തിരിച്ചുകൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മനസ്സിലായോ, ഈ 3 ടേംസ് അവിടെയുണ്ട്, അതിൻ്റെ കൂടെ ഈ ടേമിൻ്റെ പകരമായിട്ട് ഈ ഒരു റിലേഷൻ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം ഓർത്തിരിക്കും. സോ അതിവിടെ കൊണ്ടുപോയി നമുക്ക് കണ്ടു, ഇവിടെ വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ഡി എച്ച് ബൈ ഡി എക്സ് ഉണ്ട്, ഇവിടെയും കോമൺ ആയിട്ട് കണ്ടു, രണ്ട് ടേംസിലും കോമൺ ആയിട്ട് ഡി എച്ച് ബൈ ഡി എക്സ് ഉണ്ട്. സോ ടേക്ക് ഔട്ട് സൈഡ്. സോ ഈ ഡി എച്ച് ബൈ ഡി എക്സിൻ്റെ കൂടെ വേറെ ഒന്നുമില്ല, 1 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ മൈനസ് വി സ്ക്വയർ ബൈ 2 ജി എച്ച് ഉണ്ട്, വി സ്ക്വയർ ബൈ ജി എച്ച് ഉണ്ട്. അതിവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇവിടെ ഒരു ഡി ഇ ബൈ ഡി എക്സ് ഉണ്ട്, ഡി ഇസഡ് ബൈ ഡി എക്സ് ഉണ്ട് അല്ലേ. സോ ഡി ഇ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഡി ഇ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൽ എന്താണ്, അതൊരു എനർജി ലൈനിൻ്റെ സ്ലോപ്പാണ്. ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഡി ഇ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എനർജി ലൈനിൻ്റെ സ്ലോപ്പാണ്. അതുപോലെ തന്നെ ഡി ഇസഡ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് ബെഡ് സ്ലോപ്പാണ്.
ആ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഡി ഇ ബൈ ഡി എക്സിൻ്റെ പ്ലേസിൽ ഐ ഇന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡി ഇസഡ് ബൈ ഡി എക്സിൻ്റെ പ്ലേസിൽ ഐ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പം നമുക്ക് നോക്കി അറിയാം, ഈ എക്സ് മാറുന്നതനുസരിച്ച് എന്താണ് ഇസഡിൻ്റെ വാല്യൂ കുറയുവാണ്, എഗെയിൻ ഇയുടെ വാല്യൂ കുറഞ്ഞു വരുന്നത്. സോ എക്സിൻ്റെ ഡയറക്ഷനിൽ ഇയും ഇസഡും കുറഞ്ഞു വരുന്ന കാരണമാണ് നമ്മൾ ഇവിടെ ഒരു നെഗറ്റീവ് കൊടുത്തേക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പ്ലേസിലും നമ്മൾ കറസ്പോണ്ടിങ് ഈ രണ്ട് വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്. അതിനകത്ത് മൈനസ് ഐ ബിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരാം, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും, ഐ ബി മൈനസ് ഐ എന്ന് വരും. ഇസ് ഈക്വൽ ടു ഡി എച്ച് ബൈ ഡി എക്സ് ഇൻറ്റു ഈ ടേം വരും. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡി എച്ച് ബൈ ഡി എക്സ്, അത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെപ്ത് ഓഫ് വാട്ടർ അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് വാട്ടർ സർഫസ് ആണ് ഡി എച്ച് ബൈ ഡി എക്സ്. ഇസ് ഈക്വൽ ടു എന്ത് വരും, ഐ ബി മൈനസ് ഐ ഇ ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ ജി എച്ച്. ഇത് വി സ്ക്വയർ ബൈ 2g എന്നല്ല, വി സ്ക്വയർ ബൈ ജി എച്ച് എന്നാണ്. പിന്നെ നമുക്കറിയാം ഈ ഫ്ലൂയിഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, വി ബൈ റൂട്ട് ജി ഡി എന്നല്ലായിരുന്നോ. റെക്ടാങ്കിൾ ചാനലിൻ്റെ കേസിൽ ആ ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ചാനലിൻ്റെ ഡെപ്ത് ആണെന്ന് തന്നിട്ടുണ്ടായിരുന്നു. സോ വി ബൈ റൂട്ട് ജി എച്ച് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് നമ്പർ ആണ്. സോ വി സ്ക്വയർ ബൈ ജി എച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഫ്ലൂയിഡ് നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ. സോ ഈ ഒരു പ്ലേസ് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഫ്ലൂയിഡ് നമ്പർ സ്ക്വയർ എന്ന് എഴുതാം. സോ ഇതുവരെയുള്ള പോർഷൻസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഈ ചിലപ്പോൾ നമ്മൾ ചോദിക്കും ഇതൊരു യൂണിഫോം ഫ്ലോ ആണോ അതോ എന്താണ് ബാക്ക് വാട്ടർ കർവ് ആണ്, ഡ്രോ ഡൗൺ കർവ് ആണെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പ്രോബ്ലത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഡി എച്ച് ബൈ ഡി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ഈ ഇക്വേഷൻ യൂസ് ചെയ്ത്. ആ കിട്ടുന്ന വാല്യൂ 0 ആണെങ്കിൽ എന്താണ്, ഒരു ഫംഗ്ഷൻ 0 ആണെങ്കിൽ എന്തായിരിക്കും, അത് ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. സോ അത് ത്രൂ ഔട്ട് ആ ഡെപ്ത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, അത് യൂണിഫോം ഫ്ലോ ആയിരിക്കും. ഇനി ഡി എച്ച് ബൈ ഡി എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഫ്ലോയുടെ ഡയറക്ഷനിൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻക്രീസ് ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന പ്രൊഫൈലിന് പറയുന്നതാണ് ബാക്ക് വാട്ടർ കർവ്. സോ ബാക്ക് വാട്ടർ കർവ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ഡി എച്ച് ബൈ ഡി എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഉള്ളത് ഡി എച്ച് ബൈ ഡി എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ്, കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണ്. ഇതൊരു ഡ്രോ ഡൗൺ കർവ് ആണ്, അത് എഴുതിയിട്ടില്ല, മിസ്സായി പോയതാണ്. ഡ്രോ ഡൗൺ കർവ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് ഫ്ലോ ഡയറക്ഷന് ഡെപ്ത് ഓഫ് വാട്ടർ കുറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് ഡ്രോ ഡൗൺ കർവ്. സോ അങ്ങനെ ഏത് പ്രൊഫൈലാണ് ജസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഇത് ഡ്രോ ഡൗൺ കർവ് എന്ന് പ്രൂവ് ചെയ്യുകയൊക്കെ പറയുകയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ.